ഡിവൈഎഫ്ഐയുടെ എങ്ങനെയാണ് ഈ ബ്രാഞ്ച് എങ്ങനെയാണ് ഈ ലോക്കൽ ബ്ലോക്ക് തലത്തില് ബ്ലോക്ക് തലത്തിൽ എത്ര രൂപയാണ് നിങ്ങളൊരു പ്ലാൻ ചെയ്തിരിക്കുന്നത്? മാക്സിമം മാക്സിമം പൈസയായിട്ട് വാങ്ങാനില്ല. നിങ്ങൾ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ഈ പൈസ പിരിക്കുന്നത്? അതായത് ഇപ്പം ഫോട്ടോഗ്രാഫി മേഖല എടുത്തുകൊണ്ട് പൈസ പിരിക്കുന്നുണ്ട്, ഇത് കൂടാതെ ആക്രി വറക്കുന്നുണ്ട്, പിന്നെ ബിരിയാണി ചലഞ്ച്, പലതരത്തിലുള്ള യൂണിറ്റ് അവരെ കൊണ്ട് പറഞ്ഞ രീതിയിലൊക്കെ പല രീതിയിലുള്ള ചലഞ്ച്. എന്നാണ് വയനാട്ടിലേക്ക് നിങ്ങൾ ഈ ഫണ്ടുമായിട്ട് പോകുന്നത്? എങ്ങനെയാണ് ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കുവാണോ? ഡിവൈഎഫ്ഐയുടെ പേരിൽ തന്നെ നിങ്ങൾ കൊടുക്കുക? ബ്ലോക്ക് കമ്മിറ്റി കളക്ട് ചെയ്ത് കൊടുക്കുക, ബ്ലോക്ക് കമ്മിറ്റി എടുത്ത് ജില്ലാ കമ്മിറ്റി, അത് കഴിഞ്ഞ് സ്റ്റേറ്റിലോട്ട്. ഇതാണ് വയനാട്ടിലേക്ക് അല്ലെ, ഫോട്ടോ എടുക്കാം പണം വയനാടിന്. എന്തായാലും കണ്ടപ്പോ വളരെ സന്തോഷം തോന്നി. ഫോട്ടോഗ്രാഫർ ആണോ ശരിക്കും? പഠനത്തിനൊപ്പം തന്നെ? അല്ല. അപ്പൊ ആരാണ് ഫോട്ടോ എടുക്കുന്നതൊക്കെ? ഈ ഒരു ഫോട്ടോ എടുക്കുന്ന ആളുണ്ട്. ഓക്കെ നമുക്ക് നിങ്ങൾ എത്ര പേരാണ് ഇപ്പൊ ഇവിടെ? ഞങ്ങളിപ്പം ഒരു 5-6 പേരുണ്ട്. 5-6 പേരുണ്ട്. ഓക്കെ. ഇത് ഇന്നാണ് തുടങ്ങിയത്? ഇന്ന് തുടങ്ങിയുള്ളൂ. ഓരോ ഡെയിലി ഓരോ ചലഞ്ച് ആയിട്ടാണ്. ഇന്ന് നമ്മള് ഫോട്ടോ എടുക്കാം പണം വയനാട്ടിലേക്ക്. ഇന്നത്തെ ചലഞ്ച് ഇതാണ്. ഓരോ ദിവസം ഇതിന്റെ അകത്ത് ബിരിയാണി ചലഞ്ച് പറയുന്നുണ്ട്, ആക്രി ചലഞ്ച് ഉണ്ട്, ഇങ്ങനെ പല രീതിയിൽ ചലഞ്ച് ഉണ്ട്. ഇഷ്ടമുള്ള പണം എങ്ങനെയുണ്ട്? ആളുകളുടെ സഹകരണം ഉണ്ട് അത്യാവശ്യം. എല്ലാവരും തന്നെ വയനാടിന്റെ പേര് പറയുമ്പോ തന്നെ. ഓക്കെ. എന്തായാലും വളരെ സന്തോഷം. തൊടുപുഴയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇവരൊക്കെ ആയിട്ട് ഒന്ന് സഹകരിക്കുക. നമ്മുടെ വയനാട്ടിലേക്ക് ഫണ്ട് എത്തേണ്ടതുണ്ട്. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അല്ലേ? എന്താണ് ഇപ്പം ഒരു ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തില് അല്ലേ നമ്മളിപ്പോ ഇന്ന് ഫോട്ടോ ചലഞ്ച് ഓരോ വ്യത്യസ്തമായ ദിവസം ബിരിയാണി ചലഞ്ച് അല്ലേ, ഹൽവ ചലഞ്ച് നടന്നു, പായസ ചലഞ്ച് നടന്നു, ബിരിയാണി ചലഞ്ച് നടന്നു, മീൻ വിറ്റു, ഹോട്ടൽ ഒരു ദിവസം നടത്തി, പിന്നെ ആക്രി പിറക്കി, അങ്ങനെ വ്യത്യസ്തമായ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം കൂടെ ചേർത്ത് വയനാട്ടിലേക്കുള്ള പരമാവധി സഹായം എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ്. ഇപ്പോൾ പാർക്കിലും ഈ പരിസരത്തായിട്ട് ഫോട്ടോ എടുക്കുക, ഇഷ്ടമുള്ളൊരു പണം തരിക, അത് നമ്മൾ ഈ പ്രവർത്തനത്തിന് വേണ്ടി. നമ്മൾ പ്രതീക്ഷ ഒരു ഫണ്ട് നമ്മുടെ ഇതിലേക്ക് വന്നിട്ടുണ്ടോ? ജനങ്ങളുടെ എങ്ങനെയുണ്ട്? ജനങ്ങളുടെ വലിയ പിന്തുണയുണ്ട്. ഇത് ആരംഭിച്ചപ്പോൾ തൊട്ട് വലിയ പിന്തുണ ജനങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. കാരണം ദുരിതബാധിതരെ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്നുള്ളൊരു മനസ്സാണ് മുഴുവൻ ആളുകൾക്കുള്ളത്. അപ്പോൾ പരമാവധി എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ രീതിയിലേക്കുള്ള സഹായം അവിടെ എത്തിക്കാൻ, ഞങ്ങൾ 25 വീടാണ് പ്രഖ്യാപിച്ചത്, അതിനേക്കാൾ വലിയൊരു സഹായം അവിടെ എത്തിക്കാൻ കഴിയുന്ന നിലയ്ക്ക് സംസ്ഥാനത്തൊട്ടായുള്ള പ്രവർത്തനങ്ങളാണ്. ഏതായാലും തൊടുപുഴയെ സംബന്ധിച്ച് ഇപ്പോൾ തൊടുപുഴയുടെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്കും കൂടി എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അപ്പോൾ അതിമനോഹരമായ ഒരു പാർക്കാണ്. അപ്പോൾ നമ്മുടെ ഭരണ സംവിധാനത്തിലും ഒക്കെ വീണ്ടും ഒരു മാറ്റം വന്നു. ഒരു വനിതയാണ് അധികാരം ഏറ്റെടുത്തുള്ളത്. നമുക്ക് വളരെ പ്രതീക്ഷയുണ്ട്, ജനങ്ങൾക്കെല്ലാം വളരെ പ്രതീക്ഷയുണ്ട്. അപ്പം ഇവിടെ ആളുകൾക്കൊരു പരാതിയുള്ളത് ഒരു ബാത്റൂം ഫെസിലിറ്റി, ഇത്രയും വലിയ ഒരു പാർക്ക് എന്ന നിലയ്ക്ക് ചെറിയൊരു 2 ബാത്റൂം ഫെസിലിറ്റി ഉണ്ട്. ഇത് കൂടാതെ നമ്മുടെ നഗരസഭയുടെ തൊട്ട് ഫ്രണ്ടിൽ പാർക്കിനോട് ചേർന്ന് തന്നെ വലിയ ബാത്റൂം ഫെസിലിറ്റി പണിതിട്ടിട്ടുണ്ട്. പക്ഷെ അത് ഓപ്പൺ അല്ല എന്നുള്ള വളരെ സങ്കടകരമായ ഒരു കാര്യമുണ്ട്. എന്താണ് ഇനി അതിനൊരു മാറ്റം വരുമോ? എങ്ങനെയാണ് അതിൻ്റെ പറയുന്നത്? ഉറപ്പായിട്ടും മാറ്റം വരും. കാരണം ആ പുറത്തു പണിതിട്ടുള്ള ബാത്റൂം ഉൾപ്പെടെ ഇവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കി ആളുകൾ കൂടുതൽ സന്തോഷത്തോടുകൂടി പാർക്കിൽ ഒന്ന് ചെലവഴിക്കാൻ കഴിയുന്ന സാഹചര്യം ഇനിയുള്ള ദിവസങ്ങൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. എന്താണ് അതിന്റെ പോരായ്മ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് തുറക്കാത്തതിന്റെ കാരണം എന്താണെന്നുള്ളത് അത് നമ്മൾ അങ്ങനെ തിരക്കിയിട്ടില്ല. എങ്കിലും അത് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ ഇനി വളരെ പെട്ടെന്ന് തന്നെ നടക്കും.